നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 5 മൾട്ടിനാഷണൽ കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിൽ 2 ബിഗ് 4 എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള 4 കൺസൾട്ടൻസി കമ്പനികളിൽ 2, അതായത് PwC, അതേപോലെ തന്നെ ഡെലോയിറ്റ്. ഈ 2 ബിഗ് 4 അവസരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ടോപ്പ് IT കമ്പനികളിൽ ചിലത്, കോഗ്നിസന്റ്, ഇൻഫോസിസ്, അതുപോലെ ആക്സെഞ്ചറിലെ അവസരങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ അവസരങ്ങളും ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഉള്ള അവസരങ്ങളാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ BA, BSc, BCom, BBA, BCA, ബിവോക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രിക്കാർക്കുള്ളതാണെങ്കിൽ PGക്കാർ MCom, MBA ഇങ്ങനെ വിവിധ PGക്കാർക്കുള്ള അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, 2026 ഇപ്പോൾ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അവസരങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നോക്കുക, ആദ്യത്തെ അവസരം ഇൻഫോസിസിലാണ്. നാം അറിയുന്ന പോലെ ഇന്ത്യയിലെ ടോപ്പ് 3 IT കമ്പനികളൊന്നാണ് ഇൻഫോസിസ് എന്നുള്ളത്. ഇൻഫോസിസ് ബാംഗ്ലൂരിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസിന്റെ തന്നെ BPM, ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് ഡിവിഷനിലേക്കാണ്, സീനിയർ പ്രോസസ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ MBA എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ MBAക്കാർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഞാൻ ഡീറ്റെയിൽസ് സൂചിപ്പിക്കാം. BPO സർവീസ്, ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ്, ആ ഒരു മേഖലയിലാണ് ഹയറിംഗ് നടക്കുന്നത്. ജോബ് റെസ്പോൺസിബിലിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് വേണേൽ ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആരെയായിരിക്കും ഹയർ ചെയ്യുന്നത്? ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കാണ്. ക്വാളിഫിക്കേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം ഗ്രാജുവേഷൻ, അതായത് BCom, BBA 2022-23 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർ, അതേപോലെ തന്നെ MCom, MBA, പ്രത്യേകിച്ച് MBA ഫിനാൻസ്, അത് 24-25 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം BCom, BBA കഴിഞ്ഞ് MCom, MBA ഫിനാൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക, നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. ഏത് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് അവസരമുള്ളത്. UG ആൻഡ് PG ഓൾ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ആർ മാൻഡേറ്ററി. അതായത് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും ലഭിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാർക്ക് ലിസ്റ്റ് ഒക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫിനാൻസ് ഓർ അക്കൗണ്ടിങ്, BCom, BBA ആയിരിക്കണം. മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഫിനാൻസ് ഓർ അക്കൗണ്ടിങ്, അതായത് MCom അല്ലെ MBA ഫിനാൻസ് കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് എ മസ്റ്റ് ഫ്രം എയ്തർ MCom ഓർ MBA എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ അറിയുന്നത് പ്രിഫേർഡ് ആയിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇൻഫോസിസിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. ഇതൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെ jobspreach.com എന്ന സൈറ്റിൽ പോയി അതാത് കമ്പനിയുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻഫോസിസിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി അടുത്ത അവസരം, ഇത് കോഗ്നിസന്റിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. കോഗ്നിസന്റ് നമ്മുടെ ചെന്നൈ ആസ്ഥാനമായിട്ട് ആരംഭിച്ച, ഇന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ IT കമ്പനിയാണ്. ഇന്ത്യയിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന വലിയ കമ്പനിയാണ് കോഗ്നിസന്റ് എന്നുള്ളത്. ഇൻഫോസിസും അങ്ങനെ തന്നെയുള്ള ഒരു കമ്പനിയാണ്. കോഗ്നിസന്റിലേക്ക് 3 ഹയറിങ്, അനലിസ്റ്റ് ട്രെയിനി എന്ന തസ്തികയിൽ 3 ഏരിയകളിൽ ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പം ഇവിടെയും 3 ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അവസരമുള്ളത്. പ്രത്യേകിച്ച് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ള 3 ഇയർ ഡിഗ്രി മിക്കവാറും എല്ലാം കഴിഞ്ഞവർക്ക് അവസരമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. മെയ് 1 വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. മെയ് 1 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. സാലറി എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നില്ല. അപ്പം 3 ഏരിയകളിൽ ഹയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തേത് അനലിസ്റ്റ് ട്രെയിനി, അലൈൻ ടു IT ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ. അപ്പോൾ അതിലേക്ക് ആരെയായിരിക്കും ഹയർ ചെയ്യുക? ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഇയർ UG ഡിഗ്രി, BCAയും BSCയും കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. BSCയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, IT ഉണ്ട്, അല്ലെ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സോ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്ക് നേടിയിരിക്കണം ഡിഗ്രിക്ക്. 2024-25 വർഷങ്ങളിൽ BSc അല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതായത് അനലിസ്റ്റ് ട്രെയിനി,
സ്മാർട്ട് ഓപ്പറേഷൻ, IT ഇൻ്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ. ഇനി അടുത്തുണ്ട് അനലിസ്റ്റ് ട്രെയിനി മൾട്ടി ക്ലൗഡ്. ഇതിലേക്ക് ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് BCA അല്ലെങ്കിൽ BSc, അതല്ലെങ്കിൽ BAയോ BBAയോ BComോ BVOCോ BMSോ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 2024-25 വർഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 50% മാർക്ക് മതിയാകും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അനലിസ്റ്റ് ട്രെയിനി തന്നെയാണ്, ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവീസസ് എന്ന ഡിവിഷനിലേക്കാണ്. ഇവിടെയും BCAക്കാർക്ക് BScക്കാർക്ക് അല്ലെ BA BBA BCom BVOC BMSകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 24-ലും 25-ലും കഴിഞ്ഞവർക്കാണ് അവസരങ്ങളുള്ളത്. ഇവിടെയും 50% മാർക്ക് ഡിഗ്രിക്ക് നേടിയാൽ മതിയാകും. അപ്പോൾ 3 റോളുകളിലേക്കാണ് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ടും ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർസെറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അവിടെ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാൻ. May 1 ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നറിയുക. ഇനി നമുക്ക് ബിഗ് 4 കമ്പനികളിലൊന്നായ ഡെലോയിറ്റിലേക്കുള്ള ഒരു ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഡെലോയിറ്റ് ഫിനാൻസ് സർവീസ് ഡെസ്ക് FSD അനലിസ്റ്റ് എന്ന തസ്തികയിലേക്ക് ഹൈദരാബാദിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡെലോയിറ്റിന്റെ കൂടുതൽ റിക്രൂട്ട്മെന്റ് ഹൈദരാബാദിലാണ്. കാരണം ഹൈദരാബാദാണ് അവരുടെ ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങോട്ടേക്കാണ് FSD അനലിസ്റ്റ് ആയിട്ട് ഹയറിംഗ് അനൗൺസ് ചെയ്തേക്കുന്നത്. ഫിനാൻസ് സർവീസ് ഡെസ്ക് അവരുടെ ഒരു ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. കീ റെസ്പോൺസിബിലിറ്റീസ്, താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാം. അപ്പോൾ ആരെയായിരിക്കും ഹയർ ചെയ്യുക? ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് BSc BCom BCAക്കാരെയാണ് ഹയർ ചെയ്യുക എന്ന് മാത്രമല്ല അതർ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതായത് BAക്കാർക്കോ BBAക്കാർക്കോ ഒക്കെ അപ്ലൈ ചെയ്യാം. ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് 3 ഇയർ പോളിടെക്നിക് ഡിപ്ലോമയും ഡിഗ്രിയും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ആയിരിക്കും അവസരമുള്ളത്. അപ്പോൾ FSD അനലിസ്റ്റ് ആയിട്ട് ഡെലോയിറ്റിൽ ഡിഗ്രി ഡിപ്ലോമക്കാർക്കുള്ള അവസരമാണ്. ഹൈദരാബാദ് ലൊക്കേഷനിലേക്കാണ്. ഷിഫ്റ്റ് ടൈമിങ് 11 AM to 8 PM, അതായത് ഉച്ചയ്ക്ക് 11 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. പരിശോധിച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ വന്ന് അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡെലോയിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നോക്കുക, ഡെലോയിറ്റിലേക്ക് തന്നെ MComകാർക്കുള്ള മറ്റൊരു റിക്രൂട്ട്മെന്റ്, പ്രത്യേകിച്ച് 2023-ലും 24-ലും 25-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരും 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന MComകാർക്കൊക്കെ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് കാണാത്തവർ MComകാർ ആ വീഡിയോയും കൂടെ കണ്ട് ഡെലോയിറ്റിലെ ആ ഒരു അവസരം മനസ്സിലാക്കണം. ഇനി നമുക്ക് ഡെലോയിറ്റ് പോലെ തന്നെ ബിഗ് 4-ലുള്ള മറ്റൊരു കമ്പനിയായ PwCയിലെ ഒരു അവസരം ഒന്ന് മനസ്സിലാക്കാം. PwC MBAക്കാരുടെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന MBAക്കാർക്കുള്ള അവസരമാണ്. 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന MBAക്കാരെയും മറ്റ് PGDM അല്ലെങ്കിൽ MHRM അങ്ങനെയൊക്കെയുള്ള HR-കാരുടെ TCS ഹയറിംഗും ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. കാണാത്തവർ ഈ ചാനലിൽ തന്നെയുള്ള ആ ഒരു അവസരം മനസ്സിലാക്കണം. അത് TCS-ലാണെങ്കിൽ PwCയും 2026 ബാച്ച് MBAക്കാരുടെ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 17-ാം തീയതി മെയ് വരെ ഞങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പേ പാക്കേജ് ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, 30,000 പെർ മന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 3.6 lakhs പെർ ആനം എന്നുള്ള ശമ്പളത്തിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. MBA അല്ലെ PGDM 2 ഇയേഴ്സുകാർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പം PwCയിൽ MBA PGDMകാർക്ക് പ്രത്യേകിച്ച് 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് മെയ് 17 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് ഒരവസരം കൂടി, അത് ആക്സെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. ഇവർ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് OIS ഈ ഒരു തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ലൊക്കേഷൻ, കൂടുതൽ MNCകളും ബാംഗ്ലൂർ ബേസ് ചെയ്തായിട്ടുള്ളതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കായിരിക്കും ആക്സെഞ്ചറിന്റെ അവസരം. അപ്പം ആരെയായിരിക്കും ഹയർ ചെയ്യുക? ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എനി ഗ്രാജുവേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 1 to 3 years എങ്കിലും എക്സ്പീരിയൻസ് കാണണം. OIS പ്രോസസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് ഉള്ളവർക്കുള്ള ഒരു അവസരമാണ്. ഡീറ്റെയിൽസ്, ജോലിയുടെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ ആണ്. ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ബാക്കി ജോബ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്.
താല്പര്യമുള്ളവർക്ക് അത് വന്ന് പരിശോധിക്കാം. അപ്പം ആക്സെഞ്ചറിൽ ലഭ്യമായിരിക്കുന്ന കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയാണ് അവസാനമായിട്ട് സൂചിപ്പിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി ഓരോ റിക്രൂട്ട്മെന്റിന്റെയും ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ജോലി തേടാം, നമ്മുടെ സൈറ്റിലൂടെയും ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം.